നെയ്ച്ചോറിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനിലേക്കൊന്ന് മസാല പുരട്ടി വെക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതും ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെ നല്ലോണം മിക്സ് ആക്കി വെക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ചിക്കനും കൂടെ പുരട്ടി ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോഴത്തേനും ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ നാളികേരം വറുക്കാൻ വേണ്ടി വെക്കുകയാണ്. അത് വറുക്കുന്നതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം മുഴുവനോടെ പിന്നെ ഒന്നായി വരുമ്പോഴത്തേനും ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മളതൊന്ന് മിക്സിയിൽ അരച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്നായി വരുമ്പോഴത്തേനും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്നായി വരുമ്പോഴത്തേനും നമ്മുടെ സവാള അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി യോജിപ്പിക്കുകയാണ്. അതൊന്നായി വരുമ്പോഴത്തേനും 2 പച്ചമുളക് ചതച്ചതും ഒരു വലിയ തക്കാളി നല്ലോണം അരച്ച് പേസ്റ്റാക്കിയതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് യോജിപ്പിക്കുകയാണ്. അതെല്ലാം ഒന്ന് ആയി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ അരപ്പുണ്ടല്ലോ, നാളികേരം അരച്ചത്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ മസാല പുരട്ടി വെച്ചതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി സെറ്റാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒന്ന് മേലെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്നായി വരുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറി സെറ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും.